ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൽ നിഗളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ. വിശ്വാസത്തിൽ വീണ്ടും വീണ്ടും ആഴപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ശതാധിപൻ തൻ്റെ ഭൃത്യനു വേണ്ടി നടത്തുന്ന വിശ്വാസത്തിൻ്റെ ആഴമുള്ള അത്ഭുതകരമായ അഭ്യർത്ഥന. ഒന്നാമതായി വിശ്വാസമാണ്. യേശുവിൻ്റെ വചനത്താൽ സുഖം പ്രാപിച്ച ശതാധിപൻ്റെ ഭൃത്യൻ്റെ കഥ വിശ്വാസത്തിൻ്റെ ശക്തി പ്രകടമാക്കുന്നതാണ്. ദൂരെ നിന്ന് പോലും സൗഖ്യമാക്കാനുള്ള യേശുവിൻ്റെ അധികാരം മനസ്സിലാക്കിയതിനാൽ ശതാധിപൻ്റെ വിശ്വാസം പ്രകടമാണ്. അത് വളരെ വലുതാണ്. ശതാധിപൻ്റെ വിശ്വാസം ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന സമ്പൂർണ്ണ ബോധ്യത്തിൽ നിന്നും എന്ന് നമ്മെ തോന്നിപ്പിക്കുമാറ്, അല്ലെങ്കിൽ അതിന് സാക്ഷ്യം നൽകുമാറാണ്. അതിൽ ശതാധിപൻ്റെ സമ്പൂർണമായ എളിമപ്പെടലുണ്ട്. എത്രയോ ഭൃത്യന്മാരുടെ അധികാരിയാണ് ഒരു ശതാധിപൻ. എത്രയോ പടയാളികളുടെ നേതാവാണ് ഒരു ശതാധിപൻ. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ശക്തനായ ഒരു നേതാവ് കൂടിയാണ് ശതാധിപൻ. എന്നിട്ടും അവൻ്റെ എളിമ എത്രയോ വലുതാണ്. അതാണ് വിശ്വാസത്തിൻ്റെ മറുപുറം. രണ്ടാമതായി അവൻ്റെ വ്യക്തിത്വവും അധികാരവും തന്നെയാണ്. അവൻ്റെ വ്യക്തിത്വവും അധികാരവും യേശു തൻ്റെ ശത്രുക്കളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവൻ നമ്മുടെ സമൂഹത്തിൽ നിന്നും അല്ല എങ്കിൽ പോലും ശതാധിപൻ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നുണ്ട്. ക്രിസ്തു ശതാധിപൻ്റെ വിശ്വാസത്തെ തിരിച്ചറിയുന്നുണ്ട്. ക്രിസ്തു ശതാധിപന് തൻ്റെ ഭൃത്യനോടുള്ള സ്നേഹത്തെ തിരിച്ചറിയുന്നുണ്ട്. അവൻ്റെ സ്നേഹത്തിന് ക്രിസ്തുവിൻ്റെ സ്നേഹവുമായി ഒത്തിരി താതാത്മ്യമുണ്ടായിരുന്നു. കാരണം കർത്താവായ യേശുനാഥൻ മനുഷ്യരാശിയെ മുഴുവൻ സ്നേഹിക്കുവാൻ വേണ്ടി ഇങ്ങ് ഭൂമിയിൽ നിന്നുകൊണ്ട് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവപുത്രൻ ആയിരുന്നു. അതുകൊണ്ട് ശതാധിപൻ്റെ വ്യക്തിത്വവും അധികാരവും ക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും തമ്മിൽ അഭേദ്യമാമണ്ണം ആഴപ്പെട്ട് കിടക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ക്രിസ്തു ഒരുപക്ഷെ അവനിൽ കണ്ടു എന്നതാണ് ഈ വലിയ അത്ഭുതത്തിന് നിദാനം. നാമും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം, ക്രിസ്തുവും പിതാവും തമ്മിലുള്ള ബന്ധം, അത് ഐക്യപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ നമുക്ക് ക്രിസ്തുവിലൂടെ വളരെ ശക്തമായ അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. മൂന്നാമതായി സഹായിക്കുവാനുള്ള യേശുനാഥൻ്റെ സന്നദ്ധതയാണ്. കഫർനാമിലും നായിനിലും പരീശനായ ശിമിയോൻ്റെ ഭവനത്തിലും പ്രവേശിക്കുവാനുള്ള യേശുവിൻ്റെ സന്നദ്ധത. താൻ സ്വയം ചെയ്യാൻ തയ്യാറാകാത്ത കാര്യങ്ങൾ ചെയ്യാൻ അവൻ ആളുകളോട് ആവശ്യപ്പെടുന്നില്ലെന്ന് വ്യക്തമാക്കുന്നു. യേശുനാഥൻ ചെയ്ത പ്രവൃത്തികൾ ഒക്കെയും മനുഷ്യർ ചെയ്യണമെന്ന് യേശുനാഥൻ ആഗ്രഹിച്ചു എന്നതാണ് വളരെ പരമപ്രധാനമായ കാര്യം. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ, അത് യേശുനാമത്തിൽ ചോദിച്ചാൽ, നമുക്ക് യേശുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്നും ആ വ്യക്തിക്ക് അനുഗ്രഹം നേടിക്കൊടുക്കുവാൻ ഉള്ള ആത്മീയ സന്നദ്ധത ഉണ്ടാകണമെന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിലായി വിനയവും ക്രിസ്തു നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വിശ്വാസവും നാം നമ്മുടെ അനുദിന ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ക്രിസ്തു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ 2 സത്യങ്ങളാണ് വിനയവും വിശ്വാസവും. ഇവ രണ്ടും തന്നെയായിരുന്നു ശതാധിപൻ്റെയും ഏറ്റവും വലിയ ശക്തി. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന വചനത്തിൻ്റെ സമ്പൂർണമായ ഉത്തരവായിരുന്നു ശതാധിപന് ക്രിസ്തുവിനോടുള്ള വിശ്വാസം. ശതാധിപൻ ക്രിസ്തുവിൻ്റെ മുന്നിൽ തന്നെ എളിമപ്പെടുത്തിയത്. പ്രിയരെ, ക്രിസ്തു സ്നേഹത്തിൻ്റെ മുന്നിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എളിമപ്പെടുവാൻ സാധിക്കണമെന്ന ഏറ്റവും വലിയ സാക്ഷ്യമാണ് ശതാധിപൻ്റേത്. നമുക്ക് ദൈവ സ്നേഹത്തെ പ്രതി, മറ്റുള്ളവരോടുള്ള സ്നേഹത്തെ പ്രതി ക്രിസ്തുവിൻ്റെ മുന്നിൽ നമുക്ക് എളിമപ്പെടാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.
വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ. അനുദിനം തവ ഭാവമെന്നിൽ നിറയുവാൻ കൃപയേകിടും. വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ. അനുദിനം തവ ഭാവമെന്നിൽ നിറയുവാൻ കൃപയേകിടും. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ. സ്വാശ്രയത്തിൽ നിഗളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ. സ്വാശ്രയത്തിൽ നിഗളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ. വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ. അനുദിനം തവ ഭാവമെന്നിൽ നിറയുവാൻ കൃപയേകിടും. വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ. അനുദിനം തവ ഭാവമെന്നിൽ നിറയുവാൻ കൃപയേകിടും. നിറയുവാൻ കൃപയേകിടും. നിറയുവാൻ കൃപയേ